നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാഴക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് മോഷണം, പ്രതിയെ പോലീസ് പിടികൂടി. എടത്തല സ്വദേശി സാനു സേവ്യറിനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗതാഗത നിയമലംഘനം, പിഴത്തുകയിൽ 50% അടച്ച് പിഴ ഒഴിവാക്കാൻ അവസരം. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, AI ക്യാമറ എന്നിവയിലെ പിഴകൾക്കാണ് ഇളവ്. മൂവാറ്റുപുഴ നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടം, വാഹന പാർക്കിങ്ങിനെതിരെയും പ്രതിഷേധം ശക്തം. നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ വാഹനങ്ങളിൽ എത്തിച്ച വിൽപ്പന. കോട്ടപ്പടി പഞ്ചായത്തിൽ മൃതദേഹം കണ്ടെത്തി. 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. കോട്ടയപ്പാടം പാടത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മഞ്ചനാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഇടുക്കി വെൺമണി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 6ഓടെയാണ് അപകടം. വാർത്തകൾ വിശദമായി. വാഴക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ ഒരാൾ പോലീസ് പിടിയിൽ. എടത്തല സ്വദേശി സാനു സേവ്യറിനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയും ഫോണുകളും കവർന്ന കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. എടത്തല NAD തൈപ്പടമ്പിൽ സാനു സേവ്യറിനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2ഓടെയാണ് പ്രതികൾ കടയിൽ മോഷണം നടത്തിയത്. കടയുടെ മുൻവശത്തുള്ള ഷട്ടറിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറിയ പ്രതികൾ കൗണ്ടർ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ, സർവീസിംഗിനായി കൊണ്ടുവന്ന 13 മൊബൈൽ ഫോണുകൾ, CCTV DVR, മൊബൈൽ ചാർജറുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. ശാസ്ത്രീയ അന്വേഷണത്തിലൊടുവിലാണ് എടത്തലയിലെ സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത്. പിടികൂടിയ പ്രതിയെ വാഴക്കുളത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയിൽ നിന്ന് 25,000 രൂപയും 5 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. മോഷണ സംഘത്തിൽ സാനുവിനെ കൂടാതെ ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. മൂവാറ്റുപുഴ DYSP അബ്ദുൾ മുനീറിന്റെ നേതൃത്വത്തിൽ വാഴക്കുളം ഇൻസ്പെക്ടർ അനീഷ് A, SI-മാരായ SN സുമിത, PS ജോജി, പ്രദീപ് മോൻ, ASI-മാരായ CT ഗിരീഷ് കുമാർ, PV അനൂപ്, സീനിയർ CPO-മാരായ വർഗീസ് T വേണാട്ട്, അക്ബർ അലി, CPO-മാരായ വിമൽ, ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഗതാഗത നിയമലംഘന പിഴത്തുകയിൽ 50% അടച്ച് പിഴ ഒഴിവാക്കാൻ അവസരവുമായി മോട്ടോർ വാഹന വകുപ്പ്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, AI ക്യാമറ എന്നിവയിലെ പിഴകൾക്കാണ് ഇളവ് ലഭിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിട്ടുള്ള ട്രാഫിക് പിഴകളിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് കേരള സർക്കാർ. വാഹന നിയമലംഘനങ്ങൾക്കായി നൽകിയിട്ടുള്ള ചെല്ലാനുകളിലെ പിഴത്തുകയിൽ 50% ഇളവാണ് നൽകിയിരിക്കുന്നത്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, AI ക്യാമറ എന്നിവയിലെ പിഴകൾക്കാണ് ഇളവ് ലഭിക്കുന്നത്. പഴയ പിഴകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും വാഹന ഉടമകൾക്ക് ആശ്വാസം നൽകാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 31/12/2024 മുൻപ് ചാർജ് ചെയ്തിട്ടുള്ള ചെല്ലാനുകൾക്ക് മാത്രമാണ് ഈ ഇളവ് ബാധകം. ഇളവ് ലഭിക്കുന്നതിനായി പിഴത്തുക ഏപ്രിൽ 30-നകം അടച്ചു തീർക്കേണ്ടതാണ്. വാഹന ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി തുക അടയ്ക്കാവുന്നതാണെന്ന് മൂവാറ്റുപുഴ RTO ഷെഫീഖ് B പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ആംനസ്റ്റി സ്കീം വന്നിട്ടുണ്ട്. ആ ആംനസ്റ്റി സ്കീം വഴി നിലവിലുള്ള ഗതാഗത ലംഘനങ്ങൾക്കുണ്ടാകുന്ന പിഴത്തുകയിൽ 50% അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ടാണ് അത് അടച്ചു തീർക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. അതിന്റെ ചെല്ലാൻ എന്ന് പറയുന്നത് 2019-ലാണ് ചെല്ലാൻ നിലവിൽ വന്നത്. ഈ ചെല്ലാൻ വഴിയുള്ള എല്ലാവിധ നിയമലംഘനങ്ങളും പോലീസിന്റെ ആയാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ആയാലും ഈ AI ക്യാമറയുടെ ആണെങ്കിലും വരുന്ന ഫൈനുകൾ ഡിസംബർ 31, 2024 വരെയുള്ള ചെല്ലാനുകൾ പ്രോസസ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. പലതും
ചെല്ലാനായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതുവഴി ഒരു സർവീസും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അതിന് ഈ തരത്തിലുള്ള ഒരു സർവീസസ് എന്ന് പറയുന്ന നമ്മുടെ MVയുടെ പോർട്ടലുണ്ട്. അതിന്റെ പേര് തന്നെ services.mvd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആംനസ്റ്റി സ്കീം വഴി കൺസെഷൻ അപ്ലൈ ചെയ്യാവുന്നതും അതുവഴി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ ചേസിസ് നമ്പറും രജിസ്ട്രേഷൻ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് എത്ര ചെല്ലാൻ ബാലൻസ് ഉണ്ടോ ആ ബാലൻസ് എല്ലാം അവിടെ കാണിക്കുകയും അതിനടക്കേണ്ട പിഴത്തുകയുടെ പകുതി അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുള്ള ഏറ്റവും നല്ലൊരു സ്കീമാണ്. ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ പിഴത്തുകകൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെയല്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പിഴത്തുകൾ കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ട് മാറുകയും അതിനുശേഷം അത് സർവീസുകളൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ളൊരു സുവർണാവസരം ഗവൺമെന്റ് നിങ്ങൾക്ക് മുമ്പിൽ നൽകിയിരിക്കുകയാണ്. ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൂവാറ്റുപുഴ RTO ഓഫീസിലോ പെരുമ്പാവൂർ RTO ഓഫീസിലോ അതുപോലെ കേരളത്തിലുള്ള ഏത് RTO ഓഫീസിലാണെങ്കിലും അവിടെ PROമാരുണ്ടാവും, അവരുടെ അടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ലിങ്കിൽ services.kerala.gov.in എന്ന് പറയുന്ന ആ ലിങ്ക് പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പുറത്തുള്ള ഈ ബർഡൻ അവസാനിപ്പിക്കുക. മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുക. നാളെ ഗതാഗത ലംഘനങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അറിഞ്ഞോ അറിയാതെ ചെയ്ത കുറ്റങ്ങൾക്ക് ഒഴിവാക്കാനുള്ള ഒരു സുവർണാവസ്ഥാനം മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് എൻ്റെ അഭ്യർത്ഥന. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പിഴ അടയ്ക്കാത്തവർക്ക് ഈ ഇളവ് ലഭിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെയും വാഹന പാർക്കിങ്ങിനെതിരെയും പ്രതിഷേധം. PO ജംഗ്ഷനും സ്റ്റേഡിയത്തിന് സമീപവും ഉൾപ്പെടെയുള്ള നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ വാഹനങ്ങളിൽ എത്തിച്ച് വിൽപ്പന തകൃതിയാണ്. മൂവാറ്റുപുഴ നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെയും വാഹന പാർക്കിങ്ങിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. തിരക്കേറിയ മൂവാറ്റുപുഴ നഗരത്തിൽ വാഹനങ്ങളിലുള്ള വഴിയോര കച്ചവടവും അനധികൃത വാഹന പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതാണ് ആക്ഷേപം ഉയരുന്നത്. PO ജംഗ്ഷനിലും സ്റ്റേഡിയത്തിന് സമീപം ഉൾപ്പെടെയുള്ള നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ വാഹനങ്ങളിൽ എത്തിച്ച വിൽപ്പന തകൃതിയാണ്. ഇത്തരം താൽക്കാലിക കച്ചവടങ്ങൾ നഗരത്തിലെ സ്ഥിരം വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നതായി ആക്ഷേപം ഉയരുന്നു. ഇതിനെല്ലാം പുറമെ നഗരവികസനത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷവും ഗതാഗതക്കുരുക്കേറിയ നഗരത്തിൽ റോഡുകളിലെ പാർക്കിങ്ങുകൾ അവസാനിപ്പിച്ചാൽ ഒരു പരിധിവരെ പരിഹാരം കാണാമെന്നാണ് യാത്രക്കാർ പറയുന്നത്. നഗരത്തിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങളുടെ അഭാവം മൂലം റോഡുകളിൽ തന്നെ നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാരെയും മറ്റ് വാഹനങ്ങളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരും മറ്റ് ആവശ്യങ്ങൾക്കായി നഗരത്തിൽ എത്തുന്നവരും റോഡരികുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഗതാഗതക്കുരുക്കിന് കാരണമായേക്കാവുന്ന അനധികൃത വഴിയോര കച്ചവടവും വാഹന പാർക്കിങ്ങും ബന്ധപ്പെട്ട അധികൃതർ കണ്ടിൽ നിന്ന് നടക്കുകയാണെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നുമാണ് ആരോപണം ഉയരുന്നത്. നഗരത്തിൽ എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നാണ് മറ്റൊരു പ്രധാന പ്രശ്നം. വാഹനങ്ങളുടെ പാർക്കിംഗ് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 10-ാം വാർഡിൽ 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. കോട്ടേപ്പാടം പാടത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ 10-ാം വാർഡായ പുത്തൻകുളത്ത് 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. കോട്ടേപ്പാടം പാടത്ത് ഏകദേശം 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. രാവിലെ പുല്ലുമുറിക്കാൻ എത്തിയ പ്രദേശവാസികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. വെങ്ങൂർ സ്വദേശിയായ തെങ്ങുകയറ്റക്കാരനായ ഒരു യുവാവിനെ 2 ആഴ്ചയ്ക്ക് മുൻപ് കാണാതായിരുന്നു. യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടത്തുന്നത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് വാക്കത്തിയും ഏതാനും തേങ്ങകൾ ചിതറിയ നിലയിലുമാണ് കണ്ടെത്തിയത്. കോട്ടപ്പടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം അറിഞ്ഞത്. ഏകദേശം ഒരു 2 ആഴ്ചത്തോളം പഴക്കമുള്ള ഒരു മൃതദേഹമാണ് പാടത്തിന്റെ സൈഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നത്. സമീപത്തുള്ളൊരു ചേട്ടൻ പുല്ല് മുറിക്കാൻ വരുമ്പോഴായിരുന്നു കണ്ടത്. ഏകദേശം ഒരു 2 ആഴ്ചത്തിൽ അധികം പഴക്കമുള്ളൊരു ശവശരീരമാണ്. നമ്മുടെ വേങ്ങൂർ പഞ്ചായത്തിലുള്ളൊരു സനീഷ് എന്ന് പറഞ്ഞൊരാൾ കാണാണ്ടായിട്ടുള്ളൊരു വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആളാണെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ജനവാസ മേഖലയായ പേട്ടയിലൂടെ ഒഴുകുന്ന മണ്ണാൻകടവ് തോട്ടിലേക്ക് വീണ്ടും ശുചിമുറി മാലിന്യം തള്ളിയത് ജനജീവിതം ദുസ്സഹമാക്കുന്നു.
200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ആരക്കുഴ റോഡിൽ നിന്ന് തോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് പ്രധാനമായും സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത്. മലിനമായ ഈ തോട് ചെന്നു ചേരുന്നത് മൂവാറ്റുപുഴയാറിലാണ്. ഇത് നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും കുടിവെള്ള പദ്ധതിയെ നേരിട്ട് ബാധിക്കുന്നു. വേനൽ കടുത്തതോടെ കൊതുകിന്റെയും ഈച്ചയുടെയും ശല്യം വർദ്ധിച്ചു. MCS Hospital, we take care of your health. മഞ്ചനാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഇടുക്കി വെൺമണി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാർ വെള്ളിയാഴ്ച രാവിലെ 6ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി തേക്കടി സംസ്ഥാന പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മഞ്ചനാട് പാലത്തിന് സമീപം പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഇടുക്കി വെൺമണി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാർ വെള്ളിയാഴ്ച രാവിലെ 6ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. പാടത്ത് വളർന്നു നിൽക്കുന്ന ജാതിമരത്തിൽ കാർ തട്ടി നിന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഭാര്യ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ മഞ്ചനാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഏകദേശം 200 മീറ്റർ വീതിയുണ്ട്. രണ്ടു വശവും ആഴമുള്ള പാടങ്ങളുള്ള ഈ റോഡിൽ കൈവരികൾ ഇല്ലാത്തത് നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു. 2 മാസം മുൻപ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് പാടത്തേക്ക് മറിഞ്ഞ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകട മേഖലയായ മഞ്ചനാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇരുമ്പിന്റെ കൈവരികളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും ഉടനടി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വാഴക്കുളം ആസ്ഥാനമായ പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പൈനാപ്പിൾ കണ്ടന്റ് ക്രിയേഷൻ ചലഞ്ച് മത്സര വിജയികൾക്ക് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പൈനാപ്പിളിന്റെ ആരോഗ്യ ഗുണങ്ങൾ, പരിസ്ഥിതി സൗഹൃദ കൃഷി, കീടനാശിനിയില്ലാത്ത ഫലം തുടങ്ങിയ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരങ്ങൾ. VP അബ്ദുൽ ഖാദർ, രോഹിത് S മാത്യൂസ്, ആഷോ ജിയോ ഷാജു എന്നിവരാണ് ജേതാക്കൾ. 10 പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.